വായിച്ച് കേട്ടത് യോബ് 4 അധ്യായം അതിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യം. നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നീ നിന്റെ വാക്കു താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ? ദോഷമുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സോറി, ഒരു തിരുത്തുണ്ട്. ദോഷമുള്ളവരല്ല, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ട്. സ്തോത്രം. ഈ നല്ല പകലിൽ വിശുദ്ധ തിരുവഴുത്തിൽ ദൈവത്തിനു വേണ്ടി നിന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഷ്ടങ്ങളെക്കുറിച്ചും ആ കഷ്ടത അനുഭവിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് തനിക്ക് ലഭിച്ച ദൈവിക നന്മയും മഹത്വവും, ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ നല്ല പകൽക്കാലം നാം അല്പനിമിഷം ചിന്തിക്കാൻ പോകുന്നത്. നോക്ക്, ഓർത്തു നോക്ക്. സ്തോത്രം. നിർദോഷിയായി നശിച്ചവൻ ആരും ഇല്ല. സ്തോത്രം. നേരുള്ളവർ ഒരിക്കലും നശിച്ചു പോയിട്ടുമില്ല. ഈ നല്ല പകലിൽ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. ഞാൻ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു, വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ആഗ്രഹിച്ച ശുഭഭാവി എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ നല്ല പകൽക്കാലം ദൈവമുഖത്തേക്ക് നോക്കി സോറി പറയണം. എന്നിട്ട് പറയണം, അപ്പാ, നീ എന്നെ അനുഗ്രഹിക്കാതെ, നീ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാതെ, എൻ്റെ കൂട്ടാളിയെ അനുഗ്രഹിക്കാതെ പോകരുതേ. കാലങ്ങൾ കടന്നുപോയി. എൻ്റെ വാഗ്ദത്തങ്ങളുടെ പൂർണ്ണത എനിക്കിതുവരെ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അത് എൻ്റെ കുറവാണ്. എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. നിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നീതി പ്രാപിക്കുവാൻ എന്നെ നീ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് ഈ നല്ല പകൽക്കാലം ഹൃദയനുറുക്കത്തോടെ ദൈവത്തോട് പറയാൻ തയ്യാറായാൽ, കുഞ്ഞെ, നീ ഇവിടെ നിന്ന് നിരാശയോടെ മടങ്ങുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ ദൈവം നിന്നെ സഹായിക്കും. നോക്ക്, ഇവിടെ നാം വായിച്ച വേദഭാഗത്തിനകത്ത് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവം കൊടുത്ത നന്മയ്ക്ക് മഹത്വം കൊടുക്കുന്ന ഒരു ഇയ്യോബിനെ കുറിച്ച്. സ്തോത്രം. ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാർ. ഇയ്യോബിനൊരു പ്രശ്നം വന്നപ്പോൾ, തനിക്കൊരു ബാധ തട്ടി എന്നറിഞ്ഞപ്പോൾ അവർ ഓടി വരിക. സ്തോത്രം. നമ്മളിൽ പലരും നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ഒരു വിഷയം വന്നു എന്ന് കണ്ടാൽ എത്ര പേര് നമ്മൾ ഓടിച്ചെല്ലും, എത്ര പേര് അവർക്ക് വേണ്ടുന്ന സഹായഹസ്തം നീട്ടും. സ്തോത്രം. എന്നാൽ ഇവിടെ നല്ല സ്നേഹിതനെന്ന് പറയുന്നത് പോലെ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ദൂരത്ത് നിന്ന് ഇയ്യോബിന് വന്ന പ്രതികൂലത്തിനടുവിൽ ആശ്വസിപ്പിക്കുവാനായി കടന്നു വരുന്നതാണ് കാണുന്നു. സ്തോത്രം. ആശ്വാസത്തിൻ്റെ വാക്കുമായി വന്നവൻ ശ്വാസം ആശ്വസിപ്പിക്കുന്നതിന് പകരം സ്വത്രം അപമാനിക്കുക ചെയ്തത്. ലോകത്തിലെ മനുഷ്യരെല്ലാം അങ്ങനെയാ. കാരണം നിൻ്റെ നന്മ കാണുമ്പോൾ, നിൻ്റെ സന്തോഷം കാണുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ നീ ഉയർച്ച പ്രാപിച്ചു എന്ന് കാണുമ്പോൾ നിൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും നിനക്ക് ശത്രുക്കളായി മാറും. അത് ഈ ലോകത്തിൻ്റെ മുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ നല്ല പകലിൽ, ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും സർവശക്തനായ ദൈവം കണ്ണിൻ്റെ
കൃഷ്ണമണി പോലെ നിന്നെ കാക്കുകയും തൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ച് ജീവനോടെ ഈ പകൽക്കാലം ഇവിടുത്തോളം കൊണ്ടുവന്ന ദൈവം ഒരു നാളും നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് നീ വിശ്വസിക്കുക. നിന്നോട് ചെയ്ത വാഗ്ദത്തം അത് നിവർത്തിക്കപ്പെടും. അത് ലോകത്തിൽ ആർക്കും തടയാൻ കഴിയത്തില്ല, ഒരു പിശാചിനും അത് ബന്ധിച്ച് വെക്കാൻ കഴിയത്തില്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ പ്രാപിക്കുക തന്നെ ചെയ്യും. അതിനായി നീ ദൈവത്തിന് മുഴുവൻ മഹത്വവും കൊടുത്താൽ മതി. വന്ന സ്നേഹിതന്മാർ സ്തോത്രം ഇയ്യോബിനോട് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. നോക്ക്, നിന്നോട് സംസാരിപ്പാൻ തുടങ്ങിയാൽ നീ മുഷിയുമോ? സ്തോത്രം. അപ്പോൾ ഇവർ പറയാൻ പോകുന്ന വാക്ക് സന്തോഷിപ്പിക്കാൻ പോകുന്ന വാക്കുകളല്ല, ആശ്വസിപ്പിക്കാൻ പറയുന്ന വാക്കുകളല്ല. അത് കേൾക്കുമ്പം ഇയ്യോബിന് അകത്ത് അവരോട് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഈ നല്ല പകലിൽ ഞാൻ പറയട്ടെ, ഒരു ദൈവ പൈതൽ കേൾക്കുന്ന കേൾവിക്കനുസരിച്ച് മറുപടി പറയാതെ അത് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്താലുണ്ടല്ലോ, ദൈവം അവരോട് സംസാരിക്കും. അവർക്കൊരു കുറ്റബോധവും ഒരു മാനസാന്തരവും വരും. നാം മറുപടി പറയാൻ പോയാൽ നാമും നശിക്കും, ആ കേൾക്കുന്നവർ നമ്മളെ പ്രാഗിയിട്ട് കടന്നു പോവുകയും ചെയ്യും. പ്രിയ ദൈവ പൈതലേ, ഏറിയാൽ 70 ഇല്ലെങ്കിൽ 80 സംവത്സരം ഈ ഭൂതലത്തിൽ പാർക്കുന്ന നാം ഒരിക്കലും കഷ്ടത്തിലൂടെയും കണ്ണുനീരിലൂടെയും ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും രോഗത്തിലൂടെയും കടന്നു പോകേണ്ടത് ദൈവം അനുവദിക്കത്തില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നുമില്ല. ഏത് നേരത്തും ഇടർച്ച ചെയ്യുവാൻ കടന്നു വരും എന്നുള്ളത് കൊണ്ട് നിനക്ക് ചുറ്റും ദൂതന്മാരെ കൊണ്ട് വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം സന്തോഷത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ നാളുകളെ തന്നു നടത്തുവാനാ നിന്നോട് പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുക, അവൻ്റെ വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന്. അങ്ങനെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ഭൂതലത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ ദൈവവചനത്തെ തിരസ്കരിച്ച് തള്ളിപ്പറഞ്ഞ് കുറ്റം പറഞ്ഞ് അകന്നു പോയിട്ടുണ്ടോ അവരൊക്കെ ഭൂതലത്തിൽ നശിച്ചു പോയ ചരിത്രവും നമ്മുടെ കണ്ണിന് മുമ്പിൽ നമുക്ക് നിരത്തി വയ്ക്കുവാൻ ഒരുപാടുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ സ്തോത്രം ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും എല്ലാവരും കടന്നു വരുന്നത്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരുവാൻ ആരും വരത്തില്ല. നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലത്തിന് ഒരു മറുപടിയുമായിട്ട് ആരും നിൻ്റെ അടുക്കൽ വരത്തില്ല. നിൻ്റെ പ്രതിസന്ധിയെ ഒന്ന് മറികടക്കാൻ നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ ആരും വരത്തില്ല. എന്നാൽ ഈ നല്ല പകൽക്കാലം പറട്ടെ, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും കുഞ്ഞെ, നീ സേവിക്കുന്ന ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സേവിക്കുന്ന ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. നിന്റെ ദൈവം നിന്റെ കണ്ണുനീർ തുടയ്ക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിര് നിന്നാലും നീ പുറത്തു വരും. അത് പുറത്തു വരുന്നത് ഒരു രോഗിയായിട്ടായിരിക്കത്തില്ല. നീ പുറത്തു വരുന്നത് ഒന്ന് തകർന്നവനായിട്ടായിരിക്കത്തില്ല. നീ പുറത്തു വരുന്നത് കണ്ണുനീരോടെ ആയിരിക്കത്തില്ല. സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ജയത്തോടെ നീ പുറത്തു വരും. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ പറയണം, എന്ത് പ്രശ്നങ്ങൾ എൻ്റെ നേരെ കടന്നു വന്നാലും അതിനെ അതിജീവിപ്പാനുള്ള കൃപ തന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. സ്തോത്രം. ആ കൂടെ ഉണ്ടെന്ന് നീ പറയുമ്പോൾ എൻ്റെ കർത്താവ് നിൻ്റെ കൂടെ വരും. സ്തോത്രം. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ മഹത്വം നീ കാണുമെന്ന്. സ്നേഹിതന്മാർ വന്നിട്ട് സ്തോത്രം അവരോട് പറയുക, കുറ്റങ്ങളാ പറയുന്നത്, കുറവുകളാ പറയുന്നത്. സ്തോത്രം. നോക്ക് എന്താണ് പറഞ്ഞത്. സ്തോത്രം, നീ പലരെയും ഉപദേശിച്ചവനാ. സ്തോത്രം. നീ പലരെയും ഉപദേശിച്ചവനാ. സ്തോത്രം. ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മുൻപാകെ ഈ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളോട് ഉപദേശം പറയുമ്പോൾ സ്തോത്രം, എനിക്കൊരു പ്രശ്നം വന്നാൽ സ്തോത്രം നിങ്ങളും ഇത് പറയും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വരാതെ ഇരിക്കേണ്ടതിന് എങ്ങനെ നിൽക്കണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കണം. സ്തോത്രം എന്ന് പറഞ്ഞ പറയുന്ന വചനം അതുപോലെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് നമ്മൾ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കണം. ഇയ്യോബ് അങ്ങനെയല്ലേ ചെയ്തത്? സ്തോത്രം. തൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ദൈവത്തിനോ ദൈവമഹത്വത്തിനോ വിപരീതമായി പറയാതെ തനിക്ക് വന്ന കഷ്ടം താൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു.
അതുകൊണ്ട് താൻ കൂടുതൽ കൂടുതൽ കഷ്ടത്തിലേക്ക് ചെന്നു വീണു. ആ കഷ്ടം സഹിക്കവയ്യാതെ തൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിൻ്റെ ഭക്തി നീ വിട്ടുകള, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നീ പെട്ടെന്ന് മരിക്കും. അതുകൊണ്ട് മരിക്കാതെ ഇരിക്കണമെങ്കിലും നിനക്കൊരാശ്വാസം കിട്ടണമെങ്കിലും ഇല്ലെങ്കിൽ നീ മരിച്ചു കളയേണ്ടതിനായാലും ശരി തന്നെ നിൻ്റെ ഈ ഭക്തി അങ്ങ് വിട്ടുകള. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എവിടെ കിടക്കുമെന്ന് ചോദിച്ച് ഒരു കാലത്ത് അലഞ്ഞവനാ ഞാൻ. സ്തോത്രം. അപ്പനും അമ്മയും കൂടപ്പിറപ്പുകളും നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പടിയടച്ച് പിണ്ടം വയ്ക്കുമ്പോൾ എവിടെ ഉറങ്ങുമെന്ന് ചിന്തിച്ച എന്നെ ഞാൻ വയ്ക്കാത്ത വീട്ടിൽ കിടത്തി ഉറക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഇയ്യോബിൻ്റെ ദൈവമായി ഞാൻ പ്രസംഗിക്കുന്നു. സ്തോത്രം. എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലോകം മുഴുവൻ നിനക്ക് എതിര് നിന്നാലും നിൻ്റെ അപ്പനും അമ്മയും നിന്നെ കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു കണ്ണുണ്ട്. അത് ഉയരത്തിൽ നിന്ന് കാണും. അവൻ നിന്നെ കൈവിടത്തില്ല. സ്തോത്രം. ലോകം മുഴുവനും ചുറ്റുപാടുകൾ മുഴുവനും നിനക്ക് പ്രതികൂലത്തിൻ്റെ കാറ്റായിരിക്കും ആഞ്ഞു വീശുന്നു. സ്തോത്രം. നിൻ്റെ ഭവനത്തിനകത്ത് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്കുണ്ടെന്ന് വരത്തില്ല. സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് ഇനിയും എൻ്റെ മക്കൾക്കൊരു മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ പലപ്പോഴും നിരാശപ്പെടുന്നുണ്ട്. എന്നാൽ പറയട്ടെ, സകലതും ഉണ്ടായിട്ടും അതനുഭവിച്ചിട്ട് അതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടപ്പോൾ ആ ദൈവത്തെ തള്ളിപ്പറയാതെ യഹോവ തന്നെന്ന് പറഞ്ഞ് യഹോവ എടുത്തെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഒരു ഇയ്യോബിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദോഷങ്ങളാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. പരീക്ഷ സഹിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ കൊള്ളാവുന്നവനെന്ന് കണ്ടിട്ട് സ്വർഗം നിന്നെ അതിൽ നിന്ന് വിടുവിച്ച് മഹത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തും. സ്വത്രം. സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ വരും. സ്വത്രം. സാഹചര്യങ്ങൾ, ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവർത്തികൾ. കുഞ്ഞെ, നീ മറ്റുള്ളവരെ അല്ല നോക്കേണ്ടത്. സ്വത്രം. നീ ദൈവത്തെ നോക്കണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് അത് പ്രകാരം ദൈവത്തിൻ്റെ സന്നിധി നിൽക്കണം. സ്വത്രം. വചനം പറയുന്നുണ്ടല്ലോ, അവങ്കലേക്ക് നോക്കിയവർ. സ്വത്രം. അവിടെയും ഇവിടെയും നോക്കിയവരെന്നല്ല പറയുന്നത്, അവരെയും ഇവരെയും നോക്കിയവരെന്നല്ല പറയുന്നത്, അതും ഇതും നോക്കിയെന്നല്ല പറയുന്നത്, ദൈവത്തിങ്കലേക്ക് നോക്കിയവർ. ഹല്ലേലൂയ പറയാമെങ്കിൽ പറ. സ്വത്രം. നിങ്ങളുടെ മുഖം വാടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നോക്ക്, വന്നവർ പറയുക, ഇയ്യോബേ, നിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ. സ്വത്രം. എത്ര കരുണയുള്ളവർ, എത്ര ദയവുള്ളവർ, എത്ര സ്നേഹമുള്ളവർ. അവർ പറഞ്ഞു ശരിയല്ലേ. സ്വത്രം. അവർ തെറ്റുമെല്ലാം പറഞ്ഞു. പക്ഷെ അവരകത്ത് ആരാ ഇരുന്നെന്നറിയാമോ? പിശാച. സ്വത്രം. അവർ വന്ന എന്തിനാ? ആശ്വസിപ്പിക്കാനാ വന്നത്. അവൻ്റെ വേദനയ്ക്കൊരു ശമനം കൊടുക്കാനാ വന്നത്. പക്ഷേ അവരുടെ നാവിൽ നിന്ന് വന്നത് കുത്തുവാക്കുകളാ, പരിഹാസങ്ങളാ, അപവാദങ്ങളാ, അപമാനങ്ങളാ. അതെല്ലാം കേട്ട് തൻ്റെ കാതുകളിലൂടെ അത് ഹൃദയത്തിനകത്തേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ കയ്യിലിരുന്ന് ഓട്ട് കഷണം കൊണ്ട് തൻ്റെ ചുമലിലെ വ്രണത്തെ മാന്തി താൻ ആശ്വാസം കണ്ടെത്തിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. എങ്ങനെയാ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? സ്വത്രം. യഹോവ തന്നത് യഹോവ എടുത്തു. സ്വത്രം. എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും എൻ്റെ ബലവും എൻ്റെ സർവശക്തൻ എനിക്ക് തന്നതാ. ഞാനൊന്നും കൊണ്ടുവന്നതല്ല. എനിക്ക് മക്കളെ ദൈവം തന്നതാ. എനിക്ക് കൂട്ടാളിയെ ദൈവം തന്നതാ. എൻ്റെ സമ്പത്തിനെ ദൈവം തന്നതാ. അത് അവനെടുത്തു. എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവമില്ല, എനിക്ക് അവനോട് ദേഷ്യമില്ല. കാരണം ഞാൻ ഇക്കാലം ഇത്രയും ജീവിച്ചത് അവൻ്റെ കൃപയാല. ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും?
ഞാൻ ജീവിച്ചതും ഞാൻ നിന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ്. സ്തോത്രം. ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയും, സർക്കാർ തന്ന 35 രൂപയുടെ അരി കൊണ്ടാണ് നാം നിന്നതെന്ന്. സ്തോത്രം. ബാങ്കിൽ നിന്ന് കിട്ടിയ ലോണിൻ്റെ നന്മ കൊണ്ടാണ് നാം നിന്നതെന്ന്. ഇനി ഒരു പക്ഷേ നമ്മൾ പറയാൻ കഴിയും, എൻ്റെ അധ്വാനത്തിൻ്റെ ബലം കൊണ്ടാണ്, അതിൻ്റെ ഫലം കൊണ്ടാണ് ഞാൻ നിന്നത്. ശരിയാ, എല്ലാം ശരിയാ, അതൊന്നും തെറ്റല്ല. പക്ഷേ നീ കൊടുത്താൽ നിൻ്റെ പ്രയത്നത്തിന് ഒത്തവണ്ണം നിനക്ക് ലഭിക്കാത്തതൊന്നുണ്ട് കേട്ടോ. സ്വത്രം. അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്തതാ, തന്നാലും അത് നിനക്ക് തികയ്ക്കാൻ കഴിയാത്തതാ. സ്വത്രം, സ്വത്രം, സ്വത്രം. അതെന്താണെന്നറിയാമോ? സ്വത്രം, സ്വത്രം, സ്വത്രം. അറിയാമെങ്കിൽ പറ. സ്വത്രം. ഈ അകത്തോട്ട് വലിക്കുന്ന ജീവനുണ്ടല്ലോ, അകത്തുനിന്ന് പുറത്തോട്ട് വിടുന്ന ജീവനുണ്ടല്ലോ, അത് സമൃദ്ധിയായി തരുവാൻ, കടം പലിശ ചോദിക്കാതെ, മുതൽ ചോദിക്കാതെ, പണം ചോദിക്കാതെ തരുവാൻ കഴിഞ്ഞത് സർവശക്തനായ ദൈവം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് നീ മഹത്വം കൊടുത്താൽ മരണകരമായ യാതൊന്നു കുടിച്ചാലും കടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞത് സർവശക്തനായ ദൈവമാ. ആ ദൈവം നിന്നെ കരുതും, നിന്നെ അന്ത്യത്തോളം വഴി നടത്തും. ദീർഘായുസ് കൊണ്ട്, സങ്കീർത്തനം 91:16, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. സ്വത്രം. ആയുസിന്റെ മധ്യത്തിൽ കഷ്ടത കൊണ്ടുവന്ന്, പട്ടിണി കൊണ്ടുവന്ന്, ദുഃഖം കൊണ്ടുവന്ന്, ദുരിതം കൊണ്ടുവന്ന്, രോഗം കൊണ്ടുവന്ന് നിന്നെ ആയുസിൻ്റെ മധ്യത്തിൽ തട്ടിക്കളയുവതല്ല. സ്വത്രം. രോഗം വരാം, കഷ്ടം വരാം, പ്രതിസന്ധി വരാം, പ്രതികൂലം വരാം, നിന്ന വരാം, പരിഹാസം വരാം. എന്നാൽ അതിനെ നടുവിൽ നിന്നെ നിർത്തി ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തി. സ്വത്രം. എന്തൊക്കെയാ പറഞ്ഞേ? മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഇവരെല്ലാം നിൻ്റെ ആയുസ്സിൽ നീ കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ തൻ്റെ ഭക്തൻ്റെ മരണം ഒരു ഉറക്കം പോലെ എന്ന് പറയുന്നത് പോലെ നീ കിടന്നുറങ്ങും, നീ ദൈവരാജ്യത്തിൽ ചെന്ന് ചേരും. വേണമെങ്കിൽ ഈ ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് വിങ്ങി 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 തൻ്റെ വ്രണം ചൊറിഞ്ഞ് ആ പുഴുക്കൾ തറയെ വീഴുന്ന് കാണുമ്പോൾ അതിനെ നോക്കിയിരുന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇയ്യോബിനെ വേണമെങ്കിൽ ദൈവത്തിന് അങ്ങ് എടുക്കാം. പോരാ, 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 പോരാ. യോബേ, നിന്റെ വാഗ്ദത്തം തീർന്നിട്ടില്ല മോനെ. നിന്നോട് ചെയ്ത നീ എൻ്റെ മുമ്പിൽ ചെയ്ത നീതിയുണ്ടല്ലോ, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ഞാൻ നിനക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നീ അല്പം സഹിക്ക്, അല്പം ക്ഷമിക്ക്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോബിനറിയാം, എൻ്റെ മക്കളെ തന്ന ദൈവം, എനിക്ക് സമ്പത്ത് തന്ന ദൈവം, ആ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയില്ല. തൻ്റെ സ്നേഹിതന്മാരോട് നോക്ക്, യോബ് പറയുകയാണ്, സ്തോത്രം സഹോദരന്മാരെ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? ദൈവത്തിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? സ്തോത്രം. ഇത് കേട്ടപ്പം ഈ സഹോദരന്മാർക്ക് ഒന്നുകൂടെ യോബിനോട് സ്നേഹവും ഇഷ്ടവുമല്ല അവർക്ക് തോന്നിയത്, സ്വത്രം ദേഷ്യമാ തോന്നിയത്. സ്വത്രം. എന്നാൽ ഈ നല്ല പകൽക്കാലം സങ്കീർത്തനം 18:6 ഒന്ന് വായിക്കാമോ? സ്വത്രം. സങ്കീർത്തനം 18:6. സ്വത്രം. എൻ്റെ കഷ്ടതയിൽ ഞാൻ ആരെ വിളിച്ചപേക്ഷിച്ചെന്നാ പറയുന്നത്? സ്വത്രം. അതെന്താ? തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട്, എടി എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്ക് എന്ന് പറയാതെ, തൻ്റെ സ്നേഹിതന്മാരോട് ഞാനിങ്ങനെ വല്ലാത്ത വേദനയിലിരിക്കുന്നു, എനിക്കൊരു സഹായമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാതെ, സ്വത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വത്രം. കൂട്ടുദാസിക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. എന്നാൽ പരിധി കൂടാതെ ചെയ്യുവാൻ കഴിയുന്ന, തൻ്റെ ആഗ്രഹത്തെ നിവർത്തിപ്പാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. ആ വ്യക്തിയാണ് നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം സ്തുതിക്കുന്ന നമ്മുടെ കർത്താവ്. സ്വത്രം. ആ കർത്താവിൽ ആശ്രയിച്ചാൽ നീ ഒരിക്കലും തളർന്നു വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. വായിച്ച മോളെ, എൻ്റെ കഷ്ടത ഞാൻ യഹോവയോട് നിലവിളിച്ചു,
അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. പ്രൈസ് ദി ലോർഡ്. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്ന ആ നിലവിളിയുണ്ടല്ലോ, അത് ദൈവം തൻ്റെ മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട് കേട്ടു. ഓ സ്തോത്രം. നീ തകർന്ന്, നീ നുറുങ്ങി, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ വിങ്ങിപ്പൊട്ടുമ്പോൾ എല്ലാവരും നിന്റെ മുമ്പിൽ ശത്രുക്കളായി മാറും. സകലരും നിനക്കെതിരായിത്തീരും. എന്നിട്ട് അവരൊരു കുറ്റവും കൂടെ പറയും. അന്ന് നിന്നോട് പറഞ്ഞതാ, വേണ്ട, പോകണ്ട, നിൽക്കണ്ട, ചെയ്യണ്ട. കേട്ടോ എടാ, അനുസരണം കെട്ടവിടെ മേല് സ്വത്രം ഇങ്ങനൊക്കെ വരുമെന്ന് നീ ഇനിയെങ്കിലും പഠിക്ക്. സ്വത്രം ആരോടാ പറയുന്നത്? നീതിമാനായ സ്വത്രം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ദൈവത്തോട് കൂടെ നിൽപ്പാൻ ആഗ്രഹിച്ച്, ദൈവവചനപ്രകാരം ദൈവത്തിന് സന്നിധി നിന്ന യോബിനോടാ പറയുന്നത്. സ്വത്രം ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, എല്ലാ വഴികളും മുമ്പിൽ അടഞ്ഞാലും, എല്ലാവരും നിന്നെ മറന്ന് കളഞ്ഞാലും, നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ആ എൻ്റെ കർത്താവ് വാക്ക് മാറുകയില്ല. സ്തോത്രം. നോക്ക്, ഈ സ്വന്തം സ്നേഹിതർ തന്നെ പഴിക്കുമ്പോൾ തനിക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല. സ്വത്രം. അതിൻ്റെ കാരണം ഈ അവസ്ഥ തന്നത് ദൈവമാണെങ്കിൽ ഈ അവസ്ഥയെ മാറ്റുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് യോബിൻ്റെ ഭാര്യ പറയുമ്പോൾ, യോബിൻ്റെ ഭാര്യയോട് യോബ് പറയുന്നത്, സ്തോത്രം, എടി മോളെ, നന്മ തന്നപ്പം നമ്മൾ ഇഷ്ടം പോലെ തിന്നില്ലേ, ഇഷ്ടം പോലെ കുടിച്ചില്ലേ, നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമ്മൾ കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തിന്മ അല്പകാലത്ത് വന്നപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പൊട്ടി സംസാരിക്കുന്ന പോലെ പിറുപിറുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഈ പിറുപിറുപ്പില്ലേ? ചെറിയ ഒരു വിഷയം വന്നാൽ, അപ്പച്ചനൊന്ന് വഴക്ക് പറഞ്ഞാൽ, അമ്മച്ചിയൊന്ന് വഴക്ക് പറഞ്ഞാൽ, സ്വത്രം, സ്നേഹിതരൊന്ന് കുറ്റം പറഞ്ഞാൽ, അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട് മാറിയിരുന്ന് നമ്മളും പിറുപിറുക്കാറില്ലേ? സ്വത്രം. ഈ നല്ല പകലിൽ പറയട്ടെ, നിൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് വ്യസനം എടുത്തു മാറ്റി, നിൻ്റെ ഹൃദയത്തിനകത്തെ പിറുപിറുപ്പ് എടുത്തു മാറ്റി സ്തോത്രം പറഞ്ഞു തുടങ്ങും. സ്തോത്രം. കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ, പഴിക്കുന്നത് കേൾക്കുമ്പോൾ, ദുഷിക്കുന്നത് കേൾക്കുമ്പോൾ സ്തോത്രം പറ. സ്തോത്രം. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. സ്തോത്രം. നമുക്ക് പറയാം, നന്മ തന്നപ്പോൾ നാം അനുഭവിച്ചെങ്കിൽ ഈ തിന്മയുടെ നടുവിലും നാം ദൈവത്തെ ദുഷിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇതെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ട് സ്വത്രം ആരൊക്കെ നിപ്പോണ്ടെന്നറിയാമോ? സ്വത്രം. ഇപ്പുറത്തെ പിശാച് നിപ്പോണ്ട്, അപ്പുറത്തെ ഭാര്യ നിപ്പോണ്ട്, ഇപ്പുറത്ത് തൻ്റെ സ്നേഹിതന്മാർ നിപ്പോണ്ട്. സ്വത്രം. തനിക്ക് വട്ടം ആരോഗ്യമുള്ളവർ നിൽക്കുമ്പോൾ ആരോഗ്യം ക്ഷയിച്ച് ബലഹീനനായി ഉടഞ്ഞും തകർന്നും ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഈ യോബിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങി ഇരിപ്പാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ. സ്തോത്രം. യോബിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ സർവശക്തനായ ദൈവത്തിന് സ്വർഗത്തിൽ ഇരിപ്പാൻ മനസ്സു വന്നില്ലെന്ന്. നിന്റെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ, നീ സേവിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇന്നയോളം എന്നെ നടത്തിയത് എൻ്റെ കർത്താവാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഞാൻ എൻ്റെ കർത്താവിനോട് വാനമേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിനെ നോക്കിയല്ല നീ ആഗ്രഹിക്കേണ്ടത്, നിന്നെ പാർക്കുവാൻ ഒരുക്കുന്ന വിണ്ണിലെ ആ മനോഹര ദിവസത്തെക്കുറിച്ചും ആ മനോഹര ഭവനത്തെയും ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ മൺകൂടാരം അഴിഞ്ഞു പോയാലും അഴിഞ്ഞു പോകാത്ത ഒരു നിത്യ കൂടാരം നിനക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ഈ മൺകൂടാരം ഈ മണ്ണിനോട് ചേർന്നാലും ചേരാത്തൊരാത്മീയ ശരീരം സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരും. ആ ശരീരവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നീ ചെന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അനീഷ് എന്നോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു.
ഈ മൃഗങ്ങൾ, മനുഷ്യനെ കൊല്ലുന്നത് പാപമാണെന്ന് 10 കൽപ്പനയ്ക്കകത്ത് പറഞ്ഞു. സ്വത്രം. അപ്പം മൃഗങ്ങളെ കൊല്ലുന്നത് പാപമല്ലയോ? സ്വത്രം. 10 കൽപ്പനയ്ക്കകത്ത് എവിടെ മൃഗങ്ങളെ കൊല്ലുന്നത് പാപമാണെന്നും മനുഷ്യനെ കൊല്ലുന്നത് പാപമാണെന്നും പറഞ്ഞേക്കുന്നത്? എന്തിനെ കുല ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നതാ. അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. സ്വത്രം. അവിടെ മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല, മൃഗമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ, ഇല്ലെങ്കിൽ മറ്റു ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. കുല ചെയ്യരുത്. സ്വത്രം. ദൈവത്തിൻ്റെ നീതി അല്ലാത്ത ഒരു വാക്ക് പറഞ്ഞാൽ പോലും, എന്ന് പറഞ്ഞാൽ വചനം യേശുക്രിസ്തു അതിനെ വ്യക്തമായി പറയുന്നുണ്ട്. നിൻ്റെ സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും, എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടപ്പറപ്പിനെ ഇല്ലെങ്കിൽ നിൻ്റെ കൂട്ട് സഹോദരനെ സ്വത്രം മാറ്റി നിർത്തിയ, നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ കൂടപ്പറപ്പിനെ മാറ്റി നിർത്തിയിട്ട് നീ സ്വാർത്ഥത മനഞ്ഞാൽ നീ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണെന്ന്. സ്വത്രം. ഇനി ഒന്നുകൂടി പറയുന്നുണ്ട്, വ്യഭിചാരം ചെയ്യരുത്. സ്വത്രം. ഒരു സ്ത്രീയുടെ കൂടെ ശയിച്ചാൽ മാത്രമേ വ്യഭിചാരമാകത്തുള്ളൂ. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം എങ്ങനായി തീരണം? വിവാഹം കഴിക്കരുത്, അല്ലേ? സ്വത്രം. വിവാഹം കഴിക്കാൻ പാടില്ല. സർവശക്തനായ ദൈവം ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടപ്പം അവരെ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, ഭൂമിയിൽ പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരുവിൻ. സ്വത്രം. അപ്പം അതാണോ അതിൻ്റെ മെയിൻ പോയിന്റ്? അല്ല. ദുഷ്ടചിന്തയോടെ, സ്വാർത്ഥ മനോഭാവത്തോടെ, ചതിമോഹത്താൽ സ്വത്രം ഒരു സ്ത്രീയെ നോക്കിയാൽ മതി. സ്വത്രം. അല്ല, മനസ്സിലായോ? അപ്പം അകം എങ്ങനെ ഇരിക്കുമോ അതാണ് നിൻ്റെ പാപത്തിന് ദൈർഘ്യത്തെ വർദ്ധിപ്പിക്കുന്നത്. സ്തോത്രം. ഇപ്പം ദൈവം പറഞ്ഞത് നമ്മൾ അനുസരിക്കാതെ ചില കാര്യങ്ങളെ മാത്രം എടുത്തു വെച്ചിട്ട് അത് മാത്രം പാപം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുക. സ്വത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ സ്വത്രം ദൈവകോപം അവരെ മേൽ വന്നു. അന്നു മുതൽ അവർ എന്ത് ചെയ്തില്ല? സ്വർണം ഉപയോഗിച്ചില്ല. അത് വേണ്ട എന്ന് അവർ അങ്ങ് തീരുമാനിച്ചു. സ്വത്രം. അതുകൊണ്ട് പെന്തിക്കോസുകാരെല്ലാം സ്വർണ്ണ ഊരി. സ്വത്രം. സ്വത്രം. മോടിയുള്ള വസ്ത്രം ധരിക്കുന്നത്, പിന്നിയ മുടി ധരിക്കുന്നത് ഒക്കെ ദൈവകോപമാണെന്ന്, ദൈവത്തിൽ പാപത്തിൽ പട്ടിക വരുന്നെന്ന് പറഞ്ഞെങ്കിൽ സ്വത്രം. സ്വത്രം. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് സഹോദരങ്ങളെ. എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു വാക്കെടുത്ത് വെച്ചിട്ട് അതിനെ പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് ഒരു ദൈവ പൈതൽ മാറരുത്. സ്വത്രം. നീ മാലയൂരി, കമ്മലൂരി, 10 ലക്ഷം രൂപയുടെ സാരിയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ നിനക്കെന്ത് യോഗ്യതയുണ്ട്? ആ 10 ലക്ഷം 9 ആക്കിയിട്ട് ആ 1 ലക്ഷം കൊടുത്ത് 10 പേർക്ക് വാങ്ങിച്ചു കൊടുത്താൽ നിനക്കൊരു യോഗ്യതയുണ്ട്. സ്വത്രം. നീ വാങ്ങിയും കൊടുക്കത്തില്ല, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റവും പറയും. സ്വത്രം. എന്നിട്ട് നീ പറയും, ഞാനോ പെന്തിക്കോസുകാരനാ. സ്വത്രം. ഞാനോ പെന്തിക്കോസുകാരിയാ. സ്വത്രം. മറ്റുള്ളവരെ സഹായിക്കണം, യേശു പറഞ്ഞതാ. മറ്റുള്ളവന് വിശക്കുന്നെങ്കിൽ കൊടുക്കണം, യേശു പറഞ്ഞതാ. ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കണം, യേശു പറഞ്ഞതാ. നിന്റെ വീടിനകത്ത് വിശക്കുന്നവന് കയറി വരാൻ അനുവാദമുണ്ടോ? സ്വത്രം. ഉണ്ടോ? സ്വത്രം. ദാഹിക്കുന്നവൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാമെന്ന് പറഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തൊന്ന് അകത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റുമോ? സ്വത്രം. സ്വത്രം. നടന്ന് നടന്ന് തളർന്ന് റോഡിൽ വീണ് കിടക്കുക, ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവനെ കാണാൻ നിൻ്റെ വീടിനകത്ത് നിന്ന് കഴിയുമോ? സ്വത്രം.
ലോകം മാറി, മനുഷ്യൻ മാറി, പക്ഷെ ദൈവവും മാറിയില്ല, ദൈവത്തിൻ്റെ വചനവും മാറിയില്ല. സ്വത്രം. ഞാൻ എൻ്റെ വീടിന് മതിൽ കെട്ടുമ്പം സ്വത്രം എനിക്ക് വസ്തു തന്ന മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ നിമിഷം ഓർക്കുകയാ. സ്വത്രം. പാസ്റ്ററെ, നിങ്ങൾ ഇവിടെ കാണത്തില്ല, സിസ്റ്ററും ഇവിടെ കാണത്തില്ല, ഇവിടെ ഈ വണ്ടിയും വെള്ളവും ഈ സാധനങ്ങളൊക്കെ ഈ മുറ്റത്ത് കിടക്കുക, ഇത് റോഡിൻ്റെ സൈഡാ, നാട്ടുകാർ കയറി പറക്കിക്കൊണ്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ മതിലങ്ങ് പൊക്കിക്കെട്ട്. സ്വത്രം. എന്നിട്ട് പറഞ്ഞ് ഒരു CCTV ക്യാമറയും കൂടെ സെറ്റ് ചെയ്യും. സ്വത്രം. നല്ല കാര്യമാണ്, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. സ്വത്രം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റിസർവ് ബാങ്കിനകത്ത് കയറി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, കവർന്നുകൊണ്ട് പോകുന്നു. എന്തിനു പറയുന്നത്? സകലതും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സ്വത്രം അല്ലേ? ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്ന ബാങ്കിനകത്ത് നിന്ന് അവിടെ ജോലി ചെയ്യുന്നവൻ കോടികൾ അടിച്ചു മാറ്റുന്നു. എന്ത് സുരക്ഷിതത്വമുണ്ട്, എന്ത് സുരക്ഷിതത്വമുണ്ട്. ക്യാമറ വെച്ച് വീടിനടുത്തൂടെയും അകത്തൂടെയും പുറത്തൂടെയും പോകുന്നവരെല്ലാം കാണാൻ വേണ്ടി വെച്ച് ക്യാമറയെ കണ്ണു വെട്ടിച്ചിട്ട് അകത്ത് കയറി കൊല ചെയ്യുന്നു. 5 പട്ടി, പോമറേനിയൻ തോലും അങ്ങ് അറ്റമോ ലോക്കൽ പട്ടി വരെ വീടിൻ്റെ വട്ടം കെട്ടിയിട്ടേക്കുക, അതിനെ കാച്ചിയിട്ട് വീടിനകത്ത് കയറി മോഷ്ടിച്ചോണ്ട് പോകുന്നു. നിന്റെ ബുദ്ധി ഇത്രയേ ഉള്ളൂ കുഞ്ഞേ. സ്വത്രം. നിന്റെ കണക്കൂടൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞേ. ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ നീ എത്ര മതിൽ പൊക്കി കെട്ടിയാലും, നീ എത്ര ക്യാമറ ഫിറ്റ് ചെയ്താലും, നീ ആരെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നടത്തിയാലും നിനക്ക് സുരക്ഷിതത്വമില്ല. സുരക്ഷിതത്വം ഉണ്ടോ? ഉണ്ടാവണോ? സർവശക്തൻ സുരക്ഷിതത്വം തരണം. സർവശക്തൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഏത് പെന്തിക്കോസുകാരനായാലും, നീ ഏത് പാസ്റ്റർ ആയാലും, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ലോകത്തിൻ്റെ മോടിക്കനുസരിച്ച് മാറിയിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാലുണ്ടല്ലോ, നീയും രക്ഷപ്പെടത്തില്ല. സ്വത്രം. യേശു പഠിപ്പിച്ചതാ. സ്വത്രം. നിനക്ക് ചുറ്റും ആരുണ്ടാവുമെന്നാണ് പറഞ്ഞത്? ദൂതന്മാർ കാവലുണ്ട്. സ്വത്രം. ദൂതന്മാർ കാവലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൂതന്മാരെ വെട്ടിച്ച് സ്വത്രം ഒരു കള്ളനും ഒരു കൊള്ളക്കാരനും ഒരു കൊലപാതകയ്ക്കും നിൻ്റെ വീടിനകത്ത് കയറാനോ സ്വത്രം നിൻ്റെ വീടിനകത്തു നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് പോകാനോ പറ്റത്തില്ല. പക്ഷേ നീ വെച്ചിരിക്കുന്ന ക്യാമറയെ വെട്ടിക്കും, നീ കൊണ്ടുവച്ചിരിക്കുന്ന പട്ടിയെ വെട്ടിക്കും. സ്വത്രം. നീ എത്ര ഇനി ഉറക്ക വളച്ച് കാത്തിരുന്നാലും നിൻ്റെ കഴുത്തിറക്കാൻ ആൾ വരും. പക്ഷേ സ്വർഗം സൂക്ഷിച്ചാൽ സ്വത്രം നിൻ്റെ ഒരു രോമത്തിൽ പോലും ഒരുത്തനും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹൈവേയുടെ സൈഡിലാണ് എൻ്റെ വീട്. സ്വത്രം. വീടിൻ്റെ ഫ്രണ്ടിൽ 3 വണ്ടി കിടപ്പുണ്ട്. സ്വത്രം. പിന്നെ 2 കൊച്ചു വണ്ടി ഇരിപ്പുണ്ട്. സ്വത്രം. സ്വത്രം. അവിടെ വണ്ടിയുടെ പാർട്സുകളും അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ടെന്ന് പക്ഷേ ആദർശ് വന്ന് കണ്ടിട്ടുണ്ട്. സ്വത്രം. അവിടെ വീട്ടിൽ ആരുമില്ല. ഈ പ്രസംഗം കേൾക്കുമ്പോഴും ചിലർ പറയും അങ്ങനെ അവിടെ നിന്ന് കയറിയാക്കാവുന്നു. സ്വത്രം. നല്ല കാര്യം, കയറിയ അവൻ വല്ല ഇട്ടച്ചു പോകും. അവിടെ ദൈവം തരാത്തതൊന്നും എൻ്റെ വീട്ടിലില്ല. സ്വത്രം. ദൈവം തരാത്തതൊന്നും ഞാൻ എങ്ങൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. സ്വത്രം. അതുകൊണ്ട് ആ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീട്ടിലൊക്കെ കയറി ആൾക്കാർ ആക്രി വരെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ മറ്റേ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. സ്വത്രം. ഇച്ചിരിയേ ഉള്ളു, അരക്കത്രം പോലും ഇല്ല മതിൽ. സ്വത്രം. ഗേറ്റാണെങ്കിൽ അതും അതിൽ ചെറുതാ. സ്വത്രം. എന്നിട്ട് അതിനകത്ത് നിന്ന് ആരും കയറി ഇന്ന് വരെയും സ്വത്രം ഒരു ആക്രി പാത്രം പോലും എടുത്തിട്ടില്ല. അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷത്തോളമായി. സ്വത്രം. ഹൈവേയുടെ സൈഡാ. സ്വത്രം. എന്താ കാര്യം? എൻ്റെ മിടുക്കല്ല സഹോദരങ്ങളെ, എൻ്റെ കഴിവല്ല സഹോദരങ്ങളെ, എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം സ്വത്രം എന്നെ പരിപാലിപ്പാൻ ശക്തനാണെന്ന്. സ്വത്രം. മതിൽ കെട്ടുന്നവരെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, CCTV വെക്കുന്നവരെ ഞാൻ കുറ്റം പറയുകയില്ല. നീ എന്തെല്ലാം വെച്ചാലും ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വെച്ചതെല്ലാം വെറുതെയാ. അത് കൊടുത്ത് 10 പേർക്ക് കഞ്ഞി വെച്ചുകൊടു. സ്വത്രം. അത് കൊടുത്ത് 10 പേര് വീടിനൊരു ഓല മേഞ്ഞുകൊടു. സ്വത്രം. ആ മതിൽ കിട്ടുന്ന CCTV ക്യാമറ വെക്കുന്ന ഇത് കൊടുത്ത് നീ എന്തെങ്കിലും ഒരു കുഞ്ഞിന് പഠിക്കാനൊരു ബുക്ക് വാങ്ങിച്ചുകൊടു. എന്നിട്ട് നീ ദൈവത്തെ പ്രസംഗിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. നല്ല പകല് ഞാൻ പറയട്ടെ,
എന്നെക്കാൾ ഭയങ്കര ബുദ്ധിയുള്ളവനെ എൻ്റെ മോൻ. സ്വത്രം. കാരണം ഈ ജനറേഷനിൽ ഈ യുഗത്തിൽ ജീവിക്കുന്നവനാ. സ്വത്രം. അവന് തോന്നി അപ്പനില്ല, എൻ്റെ പെണ്ണുമ്പിള്ളയുണ്ട്, എൻ്റെ കൊച്ചുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്, ഒരു ക്യാമറ വെച്ച് കളയാം. സ്വത്രം. വീടിനകത്ത് ഒരു ക്യാമറ വെച്ച് കളയാം. സ്വത്രം. ക്യാമറ വെച്ചു, പക്ഷെ അടയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് അതങ്ങനെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ പറയത്തുള്ളടാ, അർഹതയില്ലാത്തത് നീ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ആവശ്യമായി തരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം. വല്ലതും മനസ്സിലായെങ്കിൽ അല്ലേ പറ. ഞാൻ ഒരു പഴയ വിശ്വാസി, ഒരു പഴഞ്ചൻ വിശ്വാസിയാണ്. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം പുതിയ ദൈവമാണ്. എൻ്റെ ദൈവം പഴകിയ ദൈവമല്ല, കാലങ്ങൾ വരുമ്പോൾ മാറുന്ന ദൈവമല്ല. സ്വത്രം. എൻ്റെ ദൈവം എന്നും 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 ഒരുപോലെ പ്രവർത്തിക്കുന്നവനാ, ഒരുപോലെ ഇരിക്കുന്നവനാ. അവൻ വാർദ്ധക്യം വരത്തില്ല, അവന് നര വരത്തില്ല. സ്വത്രം. എന്നും ഒരുപോലെ ഇരിക്കുക. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരുപോലിരുന്ന ദൈവത്തെ നമ്മുടെ നഗ്ന നേത്രങ്ങളിലൊക്കെ കാണാൻ പോവുക. സ്വത്രം. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പോവുക. സ്വത്രം. നോക്ക്, ആ യേശുവിനെ ഒരാൾ കണ്ടു. നമ്മൾ മധ്യാകാശത്തിൽ വരുന്ന യേശുവിനെ ഭൂമിയിൽ ഒരു മനുഷ്യൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? സ്വത്രം. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെളിപ്പാട് പുസ്തകം എഴുതിയ വ്യക്തിയാ. സ്വത്രം. യോഹന്നാൻ കണ്ടു, വെളിപ്പാടിൽ കണ്ടു. യോഹന്നാനോട് സംസാരിക്കുന്നവൻ കേട്ടു. എന്നിട്ട് യോഹന്നാനോട്, മോനെ എഴുതടാ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, എന്നിട്ട് ലോകത്തിൽ ഇത് വ്യാപാരം ചെയ്യടാ എന്ന് പറഞ്ഞ് യോഹന്നാൻ കണ്ടിട്ട് പറഞ്ഞതല്ല ആദ്യം എഴുതിയത്, പറയുന്നവനെ കുറിച്ച് ആദ്യം എഴുതിയത്. സ്വത്രം. സ്വത്രം. എന്തായിരുന്നു അവൻ്റെ രൂപം? നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന രൂപമാണോ? സ്വത്രം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ഇത് മാറും. തേജസ്സുള്ള ഒരു ശരീരം നിനക്ക് ദൈവം തരും. അങ്ങനെയാണെങ്കിൽ ഇയ്യോബ് തൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സ്നേഹിതന്മാരുടെ കണ്ണൊന്ന് തുറക്കണേ, നിൻ്റെ മഹത്വം അവരെ ഒന്ന് കാണിക്കണമേ, എൻ്റെ ഭാര്യയുടെ ഹൃദയ കണ്ണൊന്ന് തുറക്കണമേ, നിൻ്റെ മഹത്വം അവളൊന്ന് ഗ്രഹിക്കട്ടെ. സ്തോത്രം. വചനം പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. തൻ്റെ സ്നേഹിതന്മാരുടെ നിന്നയും പരിഹാസവും ദൂഷിയും ഒക്കെ കേട്ടിട്ട് അവരോട് പിണങ്ങാതെ പിറുപിറുക്കാതെ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വത്രം. ഇത് കണ്ടുകൊണ്ട് പ്യായി അപ്പുറത്ത് നിപ്പോണ്ട് അവൻ കലിതുള്ളാൻ തുടങ്ങി. സ്വത്രം. എടാ, എന്തെല്ലാം പ്രതികൂലങ്ങൾ കൊണ്ടിട്ടും എന്തെല്ലാം കഷ്ടതയിലൂടെ അവനെ കടത്തിവിട്ടിട്ടും അവൻ എന്തേ ഈ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല? ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, എന്നെ ഉയർത്തിയ ദൈവം എങ്ങനെയാണ് ഉയർത്തിയതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ലോകത്തിൽ ആർക്കും ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ പുറകോട്ടടിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കഷ്ടം വരും, പ്രതികൂലം വരും, രോഗം വരും, ദുഃഖം വരും, പട്ടിണി വരും, ദാരിദ്ര്യം വരും. പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എന്നെ നടത്തിയ വഴികളെയും വിധങ്ങളെയും കരുതിയ നന്മകളെയും ഇന്ന് വരെ നിർത്തിയ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാൻ എനിക്ക് തോന്നത്തില്ല. ഒരു പക്ഷേ പരിശോധിക്കുമ്പം പോക്കറ്റ് കാലിയായിരിക്കും. വീടിനകത്ത് തീ പുകയ്ക്കാൻ, ഒരു തീ കത്തിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉണ്ടായിരിക്കത്തില്ല. സ്വത്രം. കലത്തിനകത്ത് അരിയിട്ട് വേവിക്കാൻ അരി ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഒരു വിശ്വാസമകത്തുണ്ടായിരിക്കും. കാരണം സരാമെന്ന് പറഞ്ഞവൻ എൻ്റെ കൂടുണ്ട്, അവൻ തരുമെന്ന്. സ്വത്രം. ഈ നല്ല പകൽക്കാലം പറയട്ടെ, പ്രാർത്ഥിപ്പാൻ ഇയ്യോബ് മുഴങ്കാലും അടയ്ക്കപ്പോൾ പിശാച് വിറയ്ക്കാൻ തുടങ്ങി. സ്വത്രം. എന്താ പിശാച് പറഞ്ഞത്?
നീ അവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ വിട്ട് തള്ളിപ്പറയാത്തത്. അവൻ്റെ അനുഗ്രഹത്തെ നീ ഒന്ന് എടുത്ത് മാറ്റി നോക്ക്. ആ നിമിഷം അവൻ നിന്നെ തള്ളിപ്പറയും. സ്തോത്രം. ഇയ്യോബ് തള്ളിപ്പറയാതെ വന്നപ്പോൾ പിശാചിന് ദേഷ്യം വന്ന് അവൻ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വർഗം പറഞ്ഞു തോട്ടുപോകരുത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ വീണ്ടെടുത്തത് പുണ്യാഹ രക്തം നൽകിയെങ്കിൽ ആ രക്തത്തിലൊരു ജീവനുണ്ട്. ആ രക്തത്തിലൊരു ജീവനുണ്ട്. ആ ജീവൻ നിൻ്റെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം ഒരു രോഗത്തിനും ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു കഷ്ടത്തിനും നിന്നെ എല്ലാ കാലത്തും അടിമയാക്കി വയ്ക്കാൻ പറ്റത്തില്ല. ലോകം പറയും, മനുഷ്യർ പറയും, വൈദ്യന്മാർ പറയും, അധികാരിവർഗം പറയും, നീ രക്ഷപ്പെടത്തില്ല, നീ ഉയരത്തില്ല, നീ തകർന്നു പോകുമെന്ന്. ഇല്ല കുഞ്ഞേ, ലോകം മുഴുവനും നിനക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവ് നിനക്ക് അനുകൂലമായി ഇരിക്കുന്നിടത്തോളം കാലം നീ ജയിച്ചു പുറത്തു വരും. അതിന് കർത്താവ് നിന്നെ സഹായിക്കും. അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കരത്തിൽ ഒന്ന് മുറുകെ പിടിച്ചിട്ട് പറ, കർത്താവേ, ഞാൻ നിൻ്റെ മകനാ, ഞാൻ നിൻ്റെ മകളാ, എൻ്റെ കൂട്ടാളി, നീ തന്ന ദാനമാ, എൻ്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസമായ എൻ്റെ തലമുറ നീ തന്നതാ. അവർ തകർന്നു പോകുവാൻ, അവർ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാവരുത്. ഞാൻ ഈ പാർക്കുന്ന ഭവനത്തിനകത്തിരുന്നു കൊണ്ട് കരയുന്ന എൻ്റെ കണ്ണുനീരിന് നീ മറുപടി അയക്കണം. ഇവിടെ നിന്ന് എനിക്കൊരു ഉയർച്ച വേണം ദൈവമേന്ന് പറ. സ്വത്രം. പ്രാർത്ഥിച്ചപ്പോൾ പിശാച് പരാജയപ്പെടുക മാത്രമല്ല, തനിക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി കൊടുത്തു സ്വർഗം തന്നെ മാനിച്ചു. ഈ നല്ല പകലിൽ പറയട്ടെ, ഒരു കീറ ഉടുപ്പ്, ഒരു നീല ഉടുപ്പ്, സ്വത്രം, ഒരു പഴയ പാൻറ്, സ്വത്രം 11 വർഷം സ്റ്റേജുകൾ മാറി മാറി പാടുമ്പോൾ യേശു ഉയർത്തുമെന്ന് പറയുമ്പോൾ പലരും ചോദിച്ച ചോദ്യമുണ്ട്, നീ ഉയർന്നില്ലല്ലോടാ, നീ ജയിച്ചില്ലല്ലോടാ, നീ തോറ്റുപോയല്ലോടാ, നിൻ്റെ മക്കൾക്കൊരു ജീവിതമില്ലല്ലോടാ. പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അപ്പം തരാമെന്ന് പറഞ്ഞ് 15 സെൻറ്റ് വസ്തുവും ആ വീടുമായിട്ടങ്ങ് പോകാം എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകാഞ്ഞതിൻ്റെ കാര്യമെന്താണെന്നറിയാമോ? എന്നെ ശക്തനാക്കിയിട്ട് അവൻ എന്നോട് പറഞ്ഞ വാക്തത്വം എൻ്റെ കാതുകൾ അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നീ വെക്കാത്ത വീട്ടിൽ കിടന്ന് ഉറങ്ങും മോനെ, നീ വെട്ടാത്ത കിടന്ന് കോരി കുടിക്കും മോനെ, നീ കണ്ടിട്ടില്ലാത്ത ദേശത്ത് കൊണ്ടുപോയി ഞാൻ നീ അർഹതയില്ലാത്ത നന്മ നിനക്ക് തരും എന്ന് പറഞ്ഞ് ഇവിടെ മാത്രമല്ല നിത്യരാജ്യത്തിലും നീ അവകാശം പ്രാപിക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായി എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സ്വത്രം. പാട്ടുകാരൻ പാടിയൊരു പാട്ട്, അതിൻ്റെ 2 വരി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒന്ന് ചേർന്ന് പാടാമോ? എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം, നമുക്ക് സന്തോഷത്തോടെ മടങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ